അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെ കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ ദീർഘായുസോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ. പുണ്യ റജബിൽ വെള്ളിയാഴ്ച രാവിലും പകലിലും എത്താൻ കഴിയുക എന്നത് മഹാഭാഗ്യമാണ്. അള്ളാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകട്ടെ. പടച്ച റബ്ബ് റജബും ഷഅബാനും റമദാനും ഖബൂലായവരിൽ നമ്മെ ചേർക്കട്ടെ. ആരാധനയിൽ റമദാൻ മാസത്തിന് ഏറെ പ്രാധാന്യം ഉണ്ട് എന്നതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഷഅബാനിനും റജബിനും അതുപോലെ തന്നെ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, റജബ് മാസം ആദരണീയം എന്നത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും പൂർവികരായ നമ്മളുടെ മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന ജീവിത രീതികൾ കൊണ്ടും ബോധ്യപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. അള്ളാഹു കബൂലാക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ഇറക്കുന്നു. റജബ് മാസത്തിൽ ഒരു പുണ്യകർമ്മം ചെയ്യുന്നതിൽ ഒരു സത്യവിശ്വാസിക്ക് സന്തോഷം കൂടുതലായിരിക്കും. റജബ് മാസത്തിൽ റമദാനിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങൾക്കും നാം ഒരു പ്രാധാന്യം റജബ് മാസത്തിലും നൽകാം. ഉദാഹരണം, നോമ്പെടുക്കുക, മറ്റുള്ള നിസ്കാരത്തിന്റെ കാര്യങ്ങൾ, ഖുർആൻ പാരായണം, ഖത്മ് തീർക്കുക, ദിക്റുകൾ ചൊല്ലുക, ഇതിനൊക്കെ റമദാനിൽ നമ്മളൊരു പ്രത്യേകമായ താല്പര്യം കാണിക്കുന്നത് റജബിൽ ഒരു പരിശീലനാർത്ഥം നമുക്ക് സാധ്യമാകേണ്ടതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റമദാനിൽ നമ്മൾ ചെയ്യുന്നൊരു പ്രധാന അമലാണ് സ്വതക്ക ചെയ്യുക എന്നത്. റജബ് മാസവുമായി ബന്ധപ്പെട്ട് ഈ സ്വതക്കയുടെ ഒരു പരിശീലനം നമുക്കുണ്ടാവണം. ആർദ്രമായൊരു മനസ്സ്, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്ത കൂലി കിട്ടുമെന്നൊരു തോന്നല്, അതൊരു വലിയ പുണ്യമാണ്. മാസ അടിസ്ഥാനത്തിൽ ഈ റജബ് എന്ന് പറയുന്ന പരിഗണനയിൽ നാം അത് കാണുന്നുവെങ്കിൽ, വെള്ളിയാഴ്ചയുടെ രാവും പകലും സ്വതക്ക ചെയ്യൽ പ്രത്യേക സുന്നത്ത് ഉണ്ടെന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ മാസക്കണക്കിൽ നോക്കിയാലും റജബിൽ സ്വതക്ക ചെയ്യൽ പ്രത്യേക പുണ്യം, ദിവസത്തിൽ നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച രാവും പകലും സ്വതക്ക ചെയ്യൽ പുണ്യം. വെള്ളിയാഴ്ച ദിവസത്തിന്റെ, അതായത് വെള്ളി രാവും പകലിന്റെ പ്രധാന അമലാണ് സ്വതക്ക ചെയ്യുക പോലെയുള്ള കാര്യങ്ങൾ. അതേ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രധാന അമലാണ് സൂറത്തുൽ കഹ്ഫ് ഓതുക എന്നത്. സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ദിവസത്തോട് ചേർക്കാൻ കാരണമുണ്ട്. മഹാന്മാരായ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതിന്റെ ന്യായം പറയുന്നത്, വെള്ളിയാഴ്ചയിൽ അൽ കഹ്ഫ് ഓതുക എന്നതിന്റെ ന്യായം, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വെള്ളിയാഴ്ചയാണല്ലോ. അങ്ങനെ വെള്ളിയാഴ്ചയിൽ സംഭവിക്കുന്ന ഖിയാമത്ത് നാളിന്റെ പരാമർശം അൽ കഹ്ഫ് സൂറത്തിൽ ഉള്ളത് കൊണ്ടാണ് അൽ കഹ്ഫ് വെള്ളിയാഴ്ചയോട് ബന്ധപ്പെട്ട് അതിന്റെ പാരായണത്തെ ഒരു പ്രത്യേക സുന്നത്തായി പരിഗണിച്ചിരിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സാന്ദർഭികമായി പറയാം, നമുക്കൊരു ധാരണയുണ്ട്, വെള്ളിയാഴ്ച രാവായാലും പകലായാലും അൽ കഹ്ഫ് ഒന്നേ ഓതാവൂ എന്നല്ല, അൽ കഹ്ഫ് ഒന്നെങ്കിലും ഓതണം എന്നുള്ളതാണ്. ഒന്നിലധികം എത്ര വേണമെങ്കിലും ഓതാം, പരിശുദ്ധ ഖുർആനാണ്. അൽ കഹ്ഫ് സൂറത്ത് ഓതുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും അഫ്ദലായ ടൈം സുബഹി കഴിഞ്ഞിട്ടുള്ള സമയമാണ്. ഏത് സുബഹി? വെള്ളിയാഴ്ച സുബഹി. പിന്നെ അതിന്റെ ഏറ്റവും അഫ്ദലായ ടൈം മഗ്രിബ് കഴിഞ്ഞ്, വ്യാഴം മഗ്രിബ് കഴിഞ്ഞാണ്. ഒരു മനുഷ്യൻ വ്യാഴം മഗ്രിബ് കഴിഞ്ഞു ഓതട്ടെ, സുബഹി കഴിഞ്ഞു ഓതട്ടെ. വെള്ളിയാഴ്ച സുബഹി കഴിഞ്ഞ് ഓതാൻ ഇനി പറ്റിയില്ലെങ്കിലോ എന്ന് ഓർത്ത് വ്യാഴം മഗ്രിബ് കഴിഞ്ഞ് സൂക്ഷ്മതക്ക് ഓതി വെക്കാവുന്നതാണ്. വെള്ളിയാഴ്ച സുബഹി കഴിഞ്ഞ് വീണ്ടും അവസരം കിട്ടിയാൽ 20 മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ 15 മിനിറ്റ് ഒരു അൽ കഹ്ഫും കൂടി ഓതാവുന്നതാണ്. അപ്പൊ ഒന്നിലധികമോ നമ്മൾ അൽ കഹ്ഫ് ജീവിതത്തോട് ചേർത്ത് വെക്കുക എന്നൊരു ശീലം പുണ്യമാക്കപ്പെട്ട വെള്ളിയാഴ്ച രാവും പകലിലും നമുക്ക് ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അൽ കഹ്ഫ് സൂറത്ത് വെള്ളിയാഴ്ചയോട് ചേരാനുള്ള ഒരു പ്രധാന കാരണം അതിൽ ഖിയാമത്ത് നാളിന്റെ പരാമർശം ഉണ്ട് എന്നതാണെന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ ആ ഒരു വിശദീകരണം നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ അൽ കഹ്ഫ് സൂറത്തിന്റെ വരികളെ നമ്മളൊന്ന് പഠിച്ചാൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അൽ കഹ്ഫ് സൂറത്തിൽ ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നുണ്ട്. മഹാനായ ദുൽഖർനൈൻ ചക്രവർത്തിയുടെ ചരിത്രം പറയുന്നുണ്ട്. യഅ്ജൂജ് മഅ്ജൂജിനെ കുറിച്ച് പറയുന്നുണ്ട്. അൽ കഹ്ഫ് സൂറത്തിൽ മഹാനായ ഖദർ നബി അലൈഹിസ്സലാത്തു വസ്സലാമും മൂസാ നബിയും കണ്ടുമുട്ടുന്ന ചരിത്രം പറയുന്നുണ്ട്. സുദീർഘമായ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം പറയുന്നുണ്ട്. ദിക്കിയാനുസ് രാജാവിന്റെ മുന്നിൽ ചെന്ന അസ്ഹാബുൽ കഹ്ഫ് കാണിക്കുന്ന ധീരതയുടെ ഒരു വലിയ പാഠം പറയുന്നുണ്ട്. ഇങ്ങനെ ധാരാളം ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ പഠനം തന്നെ സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ കാണുന്നുവെങ്കിൽ, എന്നാൽ പഠിച്ചു വെച്ചോളൂ, സൂറത്തുൽ കഹ്ഫ് ലോകത്തിന് നൽകുന്ന ഒരു വലിയ മെസ്സേജ് വെള്ളിയാഴ്ചയിലെ ഒരു പ്രത്യേക അമലാണ് സൂറത്തുൽ കഹ്ഫ് ലോകത്തിന് നൽകുന്ന ഒരു പ്രത്യേക മെസ്സേജ്, ഒരു പ്രധാന മെസ്സേജ്. സൂറത്തുൽ കഹ്ഫ് നൽകുന്ന ഒരു പ്രധാന മെസ്സേജ് ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് തന്നെ
സഖാവത്ത് എന്ന ആർദ്രത മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാവണം എന്ന ഒരു മെസ്സേജ് വെള്ളിയാഴ്ചയുടെ സുഹൃതമായി സൂറത്തുൽ കഹ്ഫ് നമ്മുടെ മുന്നിൽ സമർത്ഥിക്കുന്നുണ്ട്. വെള്ളിയാഴ്ചയുടെ ഒരു പ്രധാന അമലാണ് സ്വതക്ക ചെയ്യുക. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാനുള്ള ഒരു മനസ്സ് വെക്കുക എന്നത് വെള്ളിയാഴ്ചയുടെ ഒരു പ്രധാന അമലാണ്. അതേ അമലിനെ കുറിച്ചുള്ള ഒരു പരാമർശം അൽ കഹ്ഫ് സൂറത്തിലുണ്ട്. അൽ കഹ്ഫ് സൂറത്തിന്റെ 32 മുതൽക്ക് 42 കൂടിയ ആയത്തുകൾ ഒരു വലിയ ചരിത്ര പറയുന്നത്, ഇസ്രായേലി സമൂഹത്തിൽ ജീവിച്ച 2 സഹോദരന്മാരുടെ ചരിത്ര പറയുന്നത്. ആ ചരിത്രം നമുക്ക് തരുന്ന പാഠം നമ്മുടെ കയ്യിലുള്ളത് ദാനം ചെയ്യാം എന്നുള്ളതാണ്. ദാനം ചെയ്യുന്നിടത്ത് അള്ളാന്റെ സഹായം ഉണ്ടാവും, ദാനം ചെയ്യാതെ മാറ്റിവെക്കുന്നിടത്ത് പടച്ചോന്റെ കോപം ഉണ്ടാവും എന്നൊരു വലിയ മെസ്സേജ്. അത് ഏത് അധ്യായത്തിൽ? സൂറത്തുൽ കഹ്ഫിൽ. സൂറത്തുൽ കഹ്ഫ് ഏത് ദിവസത്തിന്റെ പ്രത്യേകതയാണ്? വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രത്യേക അമലാണ് സ്വതക്ക. ആ സ്വതക്കയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അൽ കഹ്ഫിൽ തന്നെ ഇങ്ങനെ ഒരു പരാമർശവും ഒരു ചരിത്ര പാഠവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതേക്കുറിച്ചൊന്ന് പരിചയപ്പെടാം എന്നതാണ് ഇന്നത്തെ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുമ്പ് പലപ്പോഴും ഇതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ആവർത്തന വിരസത അരോചകമായി തോന്നല്ലേ, ക്ഷമിക്കണേ എന്ന അപേക്ഷയോടുകൂടെ അൽ കഹ്ഫിന്റെ 32 മുതൽക്കുള്ള ആയത്തുകളിലേക്ക് നമുക്ക് കടന്നു വരാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واضرب لهم مثل الرجلين جعلنا لأحدهما جنتين من أعناب. 2 സഹോദരന്മാരെ പറ്റിയാണ് ഈ അധ്യായത്തിന്റെ ഈ ആയത്തുകളിൽ പരാമർശിക്കുന്നത്. 2 സഹോദരന്മാർ ഇസ്രായേലി സമൂഹത്തിൽ ജീവിച്ചിരുന്ന ഒരു പിതാവിന്റെ 2 മക്കളാണ്. അതിൽപ്പെട്ട ഒരാൾ സത്യനിഷേധിയാണ്, ഒരാൾ സത്യവിശ്വാസിയാണ്. സത്യനിഷേധിയായ സഹോദരൻ വലിയ പണക്കാരനും വലിയ ധിക്കാരിയുമായിരുന്നു. സത്യവിശ്വാസിയായ സഹോദരൻ ഒരു പാവപ്പെട്ടവനും ദാനധർമ്മിയുമായിരുന്നു. ഇത് സംബന്ധമായിട്ടുള്ള അവരുടെ ജീവിത അനുഭവത്തെ, അവരുടെ നിലപാടുകളിൽ വന്ന വ്യത്യാസം, അവരെ സംബന്ധിച്ചിടത്തോളം അവർ എവിടെ എത്തി എന്ന ഒരു പാഠമാണ് നമ്മുടെ മുന്നിൽ അല്ലാഹു തആല കൃത്യമായി ഈ ആയത്തുകളിലൂടെ ബോധ്യപ്പെടുത്തുന്നത്. 2 സഹോദരന്മാരുടെ ചരിത്രം അല്ലാഹു ഒരു ഉപമയായി പറയുകയാണ്. അതിൽപ്പെട്ട ഒരാൾക്ക്, സത്യനിഷേധിയായ സഹോദരന്, അല്ലാഹു തആല കൊടുത്ത നിഅമത്തുകൾ വലിയ സമ്പന്നതയായിരുന്നു. പിതാവിന്റെ അനന്തര സ്വത്ത് ബിസിനസ്സിലിറക്കി ഒരുപാട് സമ്പത്തുണ്ടാക്കിയ സഹോദരനാണ്. അദ്ദേഹത്തിന്റെ പേര് ഖൈത്തൂസ് എന്നാണ്, സത്യനിഷേധിയായ സഹോദരന്റെ പേര്. സത്യവിശ്വാസിയായ സഹോദരന്റെ പേര് തൽമീഹ എന്നാണ്. 2 പേരും പിതാവിന്റെ അനന്തര സ്വത്തായ 8000 ദീനാറിനെ പങ്കുവെച്ചെടുത്ത ആളുകളാണ്. ആദ്യത്തെ ആള്, അതായത് സത്യനിഷേധിയായ സഹോദരൻ, അത് വെച്ച് ബിസിനസ് ചെയ്തു, പറമ്പ് മേടിച്ചു, വീട് വെച്ചു, കൊട്ടാരം വെച്ചു, സൈന്യങ്ങൾ ഉണ്ടാക്കി, കച്ചവടം ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ദുനിയവിയായ കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹം ആസ്വദിച്ച് ജീവിച്ചു. മറ്റേ സഹോദരൻ തനിക്ക് കിട്ടിയ അതേപോലെ ഉള്ള ഒരു 4000 ദീനാർ ഉണ്ടായിരുന്നു, അത് മുഴുവനും ദാനം ചെയ്തു. എന്നിട്ട് പടച്ചവനോട് സ്വർഗത്തിൽ ഇതിന്റെ പ്രതിഫലം തരണേ, ഇതിന്റെ നേട്ടം തരണേ എന്ന് ദുആ ചെയ്യുകയും ചെയ്തു. ഇതാണ് ആ ചരിത്രം. പിന്നീട് എല്ലാം ദാനം ചെയ്ത് ഒന്നുമില്ലാതിരിക്കുന്ന സഹോദരൻ ഒരു സാമ്പത്തിക ആവശ്യം വന്നപ്പോൾ തന്റെ കൂടപ്പിറപ്പ് സഹായിക്കുമെന്ന് ധരിച്ച് അയാളുടെ മുന്നിൽ സഹായം തേടി പോകുന്നിടത്ത് അദ്ദേഹം തന്റെ ധിക്കാരം തന്റെ സഹോദരനോട് കാണിച്ച ആ സംഭവത്തെ ഖുർആൻ ചരിത്രമായി ഉദ്ധരിക്കാണ്. അള്ളാഹു ഈ 2 പേരിൽ ഒരാൾക്ക് വലിയ നിഅമത്ത് നൽകി, ദുനിയവിയായ നിഅമത്തുകൾ നൽകി. ആ നിഅമത്ത് 2 തോട്ടമാണ്. ആ 2 തോട്ടം എന്ന് പറഞ്ഞാൽ മിന്ന അഅ്നാബ്, മുന്തിരിത്തോട്ടം, മുന്തിരിയുടെ 2 തോട്ടം. വഹഫഫ്നാഹുമാ ബിനഖ്ലിൻ, 2 മുന്തിരിത്തോട്ടത്തിന്റെ അരിക്, അതിന്റെ അതിർത്തി ഈത്തപ്പന കൊണ്ട് മറ്റൊരു തോട്ടമായി അള്ളാഹു മനോഹരമാക്കി കൊടുത്തു. മാത്രമല്ല 2 മുന്തിരിത്തോട്ടങ്ങളുടെ വിടവിലൂടെ, അതിന്റെ നടുവിലൂടെ ഒരു വലിയ പുഴയും അള്ളാഹു തആല, അതിന്റെ നടുവിലൂടെ അള്ളാഹു തആല മറ്റു പല കൃഷികളും നൽകി. ഈ വലിയ വിഭവം, ഈ തോട്ടം വലിയ വരുമാനമായി അദ്ദേഹത്തിന് മാറുകയും അദ്ദേഹത്തിന്റെ ഈ തോട്ടത്തിന്റെ ഏറ്റവും വലിയ മനോഹാരിതയായി അതിന്റെ നടുവിലൂടെ ഒരു പുഴ ഒഴുകുകയും ചെയ്തു. ഫജ്ജർനാ ഖിലാലഹുമാ നഹ്റാം. ഇനി കേട്ടോളൂ, ധാരാളം വരുമാനങ്ങൾ ഇങ്ങനെ ഈ സഹോദരനുണ്ടായി. വലിയ പണക്കാരനായ സഹോദരനെ തന്റെ കയ്യിൽ കിട്ടിയത് മുഴുവൻ ദാനം ചെയ്ത് ഫക്കീറായി പോയ സത്യവിശ്വാസിയായ സഹോദരൻ ഒരു സഹായം തേടി വന്ന് ചോദിക്കുന്ന സമയത്ത് ആട്ടി ഓടിക്കാണ്. ആ ആട്ടി ഓടിക്കുമ്പോൾ അവരുടെ സംഭാഷണത്തിന്റെ വാക്കുകൾ ഖുർആൻ ആയത്തുകളായി പറയുന്നു.
فقال لصاحبه وهو يحاوره أنا أكثر منك مالا وأعز نفرا. നീ പോടാ, നിന്നെക്കാളും വലിയ പണക്കാരനും വലിയ യോഗ്യനും പ്രതാപിയും ഞാനാ എന്ന് സത്യനിഷേധിയായ സഹോദരൻ, പണക്കാരനായ സഹോദരൻ, പാവപ്പെട്ട സത്യവിശ്വാസിയായ സഹോദരനോട് ഗർവ് കാണിച്ചു. ഇത്രയും വലിയൊരു തെറ്റും ചെയ്ത് തന്റെ കൂടപ്പിറപ്പിനെ ആട്ടി ഓടിച്ചിട്ട് അവൻ അവന്റെ തോട്ടത്തിലേക്ക് കയറി. എന്നിട്ട് അവൻ ഈ തോട്ടത്തിന്റെ ആ വലിയ മനോഹാരിത കണ്ടപ്പോൾ അവൻ പറഞ്ഞു, മാ അലുന്നു, ഞാൻ വിചാരിക്കുന്നില്ല അൻ തബീത ഹാദിഹി അബദ, ഇതൊരിക്കലും നശിച്ചു പോകും, ഈ കാണുന്ന തോട്ടമൊക്കെ ഒരിക്കലും നശിച്ചു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഇതെല്ലാ കാലവും നിലനിൽക്കും. ഖിയാമത്ത് നാളെന്നൊക്കെ പലരും പറയുന്നുണ്ട്, ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളുമില്ല. അങ്ങനെ എങ്ങാനും ഒരു ഖിയാമത്ത് നാൾ ഇവിടെ സംഭവിച്ചതൊക്കെ നശിച്ചു പോയാൽ തന്നെയും സ്വർഗം എന്ന് പറയുന്ന ലോകത്തെക്കുറിച്ചും അവർ പറയുന്നുണ്ട്, ഞാനത് വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു സ്വർഗം ആർക്കെങ്കിലും കിട്ടുമെങ്കിൽ അത് എനിക്കല്ലേ കിട്ടേണ്ടത്? എനിക്ക് ഭൂമിയിൽ സ്വർഗമുള്ള ആളല്ലേ, അപ്പൊ എനിക്ക് ആ സ്വർഗം അവിടെ കിട്ടൂലേ? അങ്ങനെ കിട്ടിയ ഇതിലും നല്ലൊരു തോട്ടായിരിക്കും എനിക്ക് അവിടെ കിട്ടുക. ഇങ്ങനെയൊക്കെ ഇസ്ലാമിക വിശ്വാസത്തിന് വിരുദ്ധമായ വർത്തമാനങ്ങൾ പറയുന്ന ഈ സഹോദരന്റെ മുന്നിൽ യാചന രൂപേണ വന്ന തന്റെ കൂടപ്പിറപ്പ് ഇതൊക്കെ കേട്ട് സഹിച്ച് കടിച്ചു പിടിച്ച് നിൽക്കല്ല ചെയ്തത്, തിരിച്ച് പ്രതികരിച്ചു. قال له صاحبه وهو يحاوره أكفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلا. എനിക്ക് തന്നില്ലെങ്കിൽ വേണ്ട, നീ അള്ളാനെ തള്ളി പറയല്ലേ. ഒരു ബീജ അംശമായിരുന്ന നിന്നെ യോഗ്യമായ മനുഷ്യരൂപത്തിലേക്കും ജീവിതത്തിലേക്കും കൊണ്ടുവന്ന അള്ളാനെ നീ തള്ളി പറയല്ലടാ. ആ അള്ള വിചാരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഈ കാണുന്ന അനുഗ്രഹങ്ങളെ മുഴുവൻ അവൻ നശിപ്പിച്ച് കളഞ്ഞേക്കാം. നീ എന്നെ ചെറിയവനായി കാണുന്നു വേണ്ട. ഈ തറനെ അനക്കല്ല മാലം വലത, നിന്നെക്കാളും യോഗ്യതൊക്കെ കുറവാണെന്ന് നീ എന്നെ ചെറുതായി കാണേണ്ടതൊന്നുമില്ല. ഇതിനേക്കാളും നല്ലത് അള്ള വിചാരിച്ച് എനിക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അള്ള തരുന്നവനും അള്ളാഹു തിരിച്ചു വാങ്ങുന്നവനുമാണ്. അതുകൊണ്ട് നിന്റെ ഈ തോട്ടത്തിന്റെ നേരെ അള്ളാഹു വല്ല നാശവും വിതച്ചു കഴിഞ്ഞാൽ, ആകാശത്തിൽ നിന്ന് വല്ല കാറ്റു ഇറങ്ങി ഒരു ഇടുത്തി വീഴുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഈ കാണുന്നതെല്ലാം വളരെ ചതപ്പായ പ്രദേശമായും ഈ തോട്ടമൊക്കെ നശിച്ച് നിന്റെ ഈ അനുഗ്രഹങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയേക്കാം. അതുകൊണ്ട് നീ അള്ളാനെ നിഷേധിച്ച് എന്റെ മുന്നിൽ അഹങ്കാരം കാണിക്കില്ല. എനിക്ക് തന്നില്ല എന്നുള്ളൂ, ഞാൻ പോയിക്കോളാം. ഇവിടെ ഒരാൾ ചോദിച്ചു വന്നോടത്ത് കൊടുക്കുക എന്ന ഒരു താല്പര്യം നമ്മളിൽ ഉണ്ടാവണം എന്നൊരു മെസ്സേജാണ് ഉള്ളത്. ഇല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിൽ നാശം ഉണ്ടാവും. എങ്ങനെ? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് ഉണ്ടല്ലോ, സ്വഹീഹ് മുസ്ലിം അത് ഉദ്ധരിച്ചിട്ടുണ്ട്. മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലക്കാനി യൻസിലാനി ഫഖാല അഹദുഹുമാ അല്ലാഹുമ്മ ആതി മുൻഫിഖൻ ഖലഫൻ വആതി മുംസികൻ തലഫ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ പ്രഭാതത്തിലും ആകാശത്തിന്റെ സീമകളിൽ രണ്ട് മലക്ക് ഇറങ്ങി വന്ന് നിന്നിട്ട് പ്രാർത്ഥിക്കും, പടച്ചോനെ, ഇന്നത്തെ പകലിൽ ആരെങ്കിലും ദാനധർമ്മം ചെയ്യുന്നുവെങ്കിൽ അവന് നീ കൂടുതൽ പകരം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കണേ അല്ലാ. കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ആ ദുഷിച്ച മനസ്സുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നീ നാശം നൽകണേ അല്ലാ. ഒരു വെള്ളിയാഴ്ച രാവ് വന്നാലും ഒരു വെള്ളിയാഴ്ച പകല് വന്നാലും നമ്മൾ അൽ കഹ്ഫ് പാരായണം ചെയ്ത് പോകുന്നിടത്ത് വെള്ളിയാഴ്ചയിലെ പ്രധാന അമലായ ദാനധർമ്മത്തെക്കുറിച്ചുള്ള ഒരു പ്രോത്സാഹനം അൽ കഹ്ഫിന്റെ അകത്ത് ഉണ്ട് എന്ന് നാം മനസ്സിലാക്കാനാണ് ഈ ചരിത്രം ഇന്നിവിടെ വിശദീകരിച്ചത്. ഏതായാലും തന്റെ സഹോദരനെ ആട്ടി ഓടിച്ച് അഹങ്കാരം കാണിച്ച് സമ്പത്ത് കൊണ്ട് ഗർവ് കാണിച്ച് ധിക്കരിച്ചു നിന്ന ധിക്കാരിയായ മനുഷ്യന്റെ സമ്പത്ത് മുഴുവൻ നശിച്ചു പോവുകയും ഒരു കാറ്റുകൊണ്ട് അല്ലാഹു തആല തോട്ടങ്ങളൊക്കെ നശിപ്പിച്ചു കളയുകയും ചെയ്തു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു. അത്രത്തോളം തീവ്രമായ ഈ മൂർച്ചയുള്ള വാക്കുകൾക്ക് അള്ളാഹു വലിയൊരു പ്രഹരം കൊടുത്തു എന്ന ഒരു ചരിത്ര പാഠം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവാൻ ഓരോ വെള്ളിയാഴ്ചയിലും അൽ കഹ്ഫ് അധ്യായം പാരായണം ചെയ്യുക വഴി ഈ മെസ്സേജ് ലോകത്തോട് നമ്മളായിട്ട് നമ്മുടെ ജീവിതത്തിലൂടെയും നമ്മുടെ വാക്കിലൂടെയും കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇബാദത്തിന്റെ ദിവസമായ വെള്ളിയാഴ്ച ദിവസത്തിൽ, വെള്ളിയാഴ്ച രാവിലും പകലിലും അൽ കഹ്ഫ് നമ്മോട് പറയുന്ന ഏറ്റവും വലിയ ഒരു ഉപദേശം ആർദ്രത എന്ന ഒരു സ്വഭാവ മഹിമ നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ഈ ചരിത്രത്തിലൂടെ അത് പഠിപ്പിക്കുന്നത്. ആർദ്രത, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സ്, അറബിയിൽ അതിന് സഖാവത്ത് എന്ന് പറയും. അത് നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മൾ സ്വർഗത്തോട് അടുക്കാൻ അത് വേണം. വെള്ളിയാഴ്ച രാവിലും പകലിലുമുള്ള ഈ പ്രധാന അമല് ദാനധർമ്മം ചെയ്തില്ലെങ്കിൽ പോലും അതിനുള്ളൊരു മനസ്സായിട്ട് ജീവിക്കണം നമ്മൾ.
കാരണം ആരുടെ സൃഷ്ടിയാണ് നമ്മൾ? എല്ലാം കൊടുക്കുന്ന അള്ളാഹിന്റെ സൃഷ്ടി, അള്ളാഹിന്റെ സ്വഭാവമാണ്. നമ്മൾ ഈ പുണ്യമാക്കപ്പെട്ട സമയത്തിൽ ജീവിതത്തിൽ കൊണ്ടു നടക്കാനുള്ള ഒരു ഉപദേശമായി ഈ വരികൾ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. അള്ളാഹുവിന്റെ സ്വഭാവം കൊടുക്കല. ഇത് സ്വർഗത്തോട് ചേരാണ്, അള്ളാഹുവോട് ചേരാണ് ഈ കൊടുക്കാനുള്ളൊരു മനസ്സ്. നമ്മൾ മുമ്പ് ഈ വിഷയമൊക്കെ പറഞ്ഞിട്ടുണ്ട്. കേട്ടോളൂ, മഹാനായ ഇമാം തുർമുദിയുടെ ജാമിഉൽ ഒരു ഹദീസ് കാണാം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സഖിയു ഖരീബും മിനല്ലാഹി ഖരീബും മിനൽ ജന്നത്തി ഖരീബും മിനൻ നാസി ബഈദും മിനൻ നാരി വൽ ബഖീലു ബഈദും മിനല്ലാഹി ബഈദും മിനൽ ജന്നത്തി ബഈദും മിനൻ നാസി ഖരീബും മിനൻ നാരി വല ജാഹിലുൻ സഖിയുൻ അഹബ്ബു ഇലല്ലാഹി മിൻ അബ്ദിൻ ബഖീൽ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മനോഹരമായ വാക്കുകളാ റസൂലുള്ളാഹി പറയാണ്. ഹബീബ് പഠിപ്പിക്കുന്ന ഒരാൾക്ക് കൊടുക്കാനുള്ള മനസ്സ് സൂക്ഷിക്കുക എന്നുള്ളത്. നമ്മുടെ കയ്യിലില്ല, പക്ഷെ കൊടുക്കാൻ നല്ല ആഗ്രഹമുണ്ട്, കയ്യിലില്ല. ആ ഒരു മനസ്സുണ്ടല്ലോ, കയ്യിലുള്ളതനുസരിച്ച് കൊടുക്കുന്നതിൽ സന്തോഷമുള്ള മനസ്സുണ്ടല്ലോ. അസ്സഖിയു ഖരീബും മിനല്ലാഹി, ആ മനസ്സിന്റെ ഉടമ അല്ലാഹുവോട് അടുത്ത് നിൽക്കുന്നവനാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞത്? ഒന്നുകൂടി പറയാം. കയ്യിലുള്ളത് കൊടുക്കുമ്പോൾ സന്തോഷമുള്ളവരുണ്ടല്ലോ. കയ്യിൽ കൊടുക്കാനൊന്നുമില്ല, പക്ഷെ കൊടുക്കാൻ കഴിയണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ. കൊടുക്കാനുള്ള മനസ്സും കൊടുക്കുന്നവരും, കൊടുക്കുന്നതിൽ സന്തോഷമുള്ളവരും, അവർ അല്ലാഹുവോട് ചേർന്ന് നിൽക്കുന്നവരാണ്. മാത്രവുമല്ല ഖരീബും മിനൽ ജന്ന, സ്വർഗത്തോട് ഒട്ടി നിൽക്കുന്നവരാണ്. ഖരീബും മിനൻ നാസ്, ജനങ്ങൾക്കിടയിൽ സ്നേഹം കിട്ടുന്നവരാണ്, ജനങ്ങളുടെ സ്നേഹം കിട്ടുന്നവരാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദുനിയാവ് ആഖിറം കിട്ടുന്നാ പറഞ്ഞത്. വെള്ളിയാഴ്ചയുടെ ഏറ്റവും വലിയൊരു അമലാണ് സ്വദഖ. വെള്ളിയാഴ്ചയുടെ ഒരു പ്രധാന അമലാണ് ദാനധർമ്മം. അൽ കഹ്ഫ് അധ്യായം ഈ ഒരു പാഠം നമ്മുടെ മുന്നിൽ പഠിപ്പിക്കുന്നു. ദാനധർമ്മം, ആർദ്രത. ഈ കേട്ടോളൂ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നിലനിൽക്കണം. അള്ളാഹു തന്നത് കൊടുക്കുമ്പോഴാണ്. അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ ഒരു ദുആ കൂടി അൽ കഹ്ഫിൽ പറയുന്നുണ്ട്. അള്ളാഹു തരുന്നത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ അനുഗ്രഹങ്ങൾ നിലനിൽക്കുക. അങ്ങനെ അനുഗ്രഹങ്ങൾ നിലനിൽക്കുന്നതിന് അള്ളാഹു തരുന്നത് കൊടുക്കുക മാത്രമല്ല, ഒരു പ്രത്യേക ദുആ കൂടിയുണ്ട്, ഒരു ദിക്ർ കൂടിയുണ്ട്. നമുക്ക് അള്ളാഹ് തന്ന അനുഗ്രഹങ്ങൾ നമ്മളിൽ നിലനിൽക്കണമെങ്കിൽ മനസ്സിൽ തട്ടി നമ്മൾ പറയേണ്ട ഒരു പ്രധാന ദിക്റാണ്. രണ്ട് സഹോദരന്മാരുടെ കഥ നമ്മൾ പറഞ്ഞല്ലോ. അതിൽ മൂമിനായ സഹോദരന്റെ മുന്നിൽ ധിക്കാരപൂർവ്വം അള്ളാഹിനെ നിഷേധിച്ച് മുസ്ലിം അല്ലാത്ത, മൂമിനല്ലാത്ത മറ്റേ സഹോദരൻ അഹങ്കാരത്തിന്റെ വർത്താനം പറയുമ്പോ അവനെ ഉപദേശിക്കാണ് സഹോദരൻ. എടാ, എനിക്ക് നീ തന്നില്ല എന്നേ ഉള്ളൂ, നീ എന്നെ വല്ലാതെ പ്രഹരിക്കല, അള്ളാഹിനെ നീ കുറ്റം പറയരുതട്ടോ, അള്ളാഹിനെ നിഷേധിച്ച് പറയല്ലോ എന്ന് പറഞ്ഞ് ഉപദേശിക്കുമ്പോൾ പറയുന്നൊരു വർത്താനമുണ്ട്. പഠിച്ചോനെ, അത് നമ്മുടെ ജീവിതത്തിൽ പാലിക്കണം. നമ്മളൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ കാണുന്നവരാ. ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് നമ്മൾ ഉണ്ടാക്കിയ വീട് കാണുമ്പോൾ നമ്മൾ എന്താ പറയാ? അൽഹംദുലില്ലാ പറയാറുണ്ടോ? പറയണം, കാണുമ്പോൾ അത് പറയണം. വീടിന്റെ അകത്തേക്ക് കയറി വരുമ്പോ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതണം, അൽഹംദുലില്ലാ പറയണം, ലാ ഹൗല പറയണം, മാഷാ അല്ലാഹ് പറയണം. ഇങ്ങനെയുള്ള ദിക്റുകൾ, അള്ളാഹു തന്ന നിഅമത്തുകൾ നിലനിൽക്കാൻ നമുക്ക് നിർബന്ധ. എന്നാ കേട്ടോളൂ, അൽ കഹ്ഫ് അധ്യായത്തിൽ ഈ ആർദ്രമായ മനസ്സ് എന്ന് പറയുന്ന ഈ സന്ദേശം പഠിപ്പിക്കുന്ന അധ്യായത്തിൽ മഹാനായ സഹോദരൻ തന്റെ സത്യനിഷേധിയായ മറ്റേ സഹോദരന് കൊടുക്കുന്നൊരു ഉപദേശമാണ്. നിനക്ക് അല്ലാഹ് തന്ന നിഅമത്തുകൾ നിലനിൽക്കാൻ നീ എന്ത് ചെയ്യണം? വലൗലാ ദഖൽത ജന്നതക ഖുൽത മാ ഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ ഇൻ തറനി അന അഖല്ല മിൻക മാലൻ വവലദ ഫഅസാ റബ്ബി അൻ യൂതിയനി ഖൈറൻ മിൻ ജന്നതിക. അള്ളാഹു നിനക്ക് തന്ന ഈ നിഅമത്തുകൾ നിലനിൽക്കാൻ പ്രിയ സഹോദര, നീ നിന്റെ തോട്ടത്തിലേക്ക്, നീ നിന്റെ വീട്ടിലേക്ക്, നീ കാണുന്ന ഈ അനുഗ്രഹങ്ങളിലേക്കും അലങ്കാരങ്ങളിലേക്കും നീ ചെന്നാൽ നീ പറയണം മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ. ഈ ദിക്ർ ചൊല്ലണം. അതിന്റെ ഒരു പരിപൂർണമായ രൂപം ഹദീസിൽ വന്നിരിക്കുന്നത് മാഷാ അല്ലാഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, മാഷാ അല്ലാഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഈ ദിക്ർ ചൊല്ലണം. എവിടെ? അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ വേണ്ടി മനസ്സിൽ തട്ടി നമുക്ക് പറയാൻ കഴിയണം. വെള്ളിയാഴ്ചയുടെ വലിയൊരു സന്ദേശം അത്. അതിൽ നമ്മുടെ ഇല്ലായ്മയെയും നമ്മുടെ നിസ്സാരതയും അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ സമ്മതിച്ച് വിനയം കാണിക്കുക ഈ ദിക്ർ ചൊല്ലലിലൂടെ.
നമുക്ക് അല്ലാഹു തന്ന അനുഗ്രഹം നമ്മുടെ മക്കള്, നമ്മുടെ വീട്, നമ്മുടെ പറമ്പ്, നമ്മുടെ വാഹനം, നമ്മുടെ ബിസിനസ്, നമ്മുടെ കമ്പനി, നമ്മുടെ കച്ചവടം, നമ്മുടെ സ്ഥാപനം, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്. എന്തേ കാണുമ്പോൾ, ദൂരെന്ന് കാണുമ്പോൾ, കുട്ടികൾ സ്കൂളിട്ട് വരാ, ദൂരെന്ന് കാണുമ്പോൾ എന്ത് പറയണം? മാഷാ അല്ലാഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. പടച്ചോനെ, എന്താ ഞാൻ കാണുന്നത് അത്ഭുതം, ഞാൻ കാണുന്നത് സന്തോഷം. അല്ലാഹുവേ, നീ തന്ന അനുഗ്രഹം. മാഷാ അല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എനിക്കൊരു കഴിവുമില്ല അല്ലാ, കഴിവും ശക്തിയും ഒക്കെ നിന്റേതാണ് അല്ലാ. ഈ ദിക്ർ പറയാമായിരുന്നു എന്ന് സഹോദരനെ മറ്റ് സഹോദരൻ ഉപദേശിക്കുന്നു. ഉപദേശവും കൂടി സൂറത്തുൽ കഹ്ഫ് നമ്മുടെ മുന്നിൽ പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ നമുക്ക് അല്ലാഹ് ചെയ്ത അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ അങ്ങനെയും കൂടി ഒരു കാര്യമുണ്ട്. വെള്ളിയാഴ്ചയിലെ പ്രത്യേക അമലായ സ്വദഖയെ പ്രോത്സാഹിപ്പിക്കുന്നു അൽ കഹ്ഫ് അധ്യായം. അതിന്റെ കൂടെ തന്നെ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ ഈ ദിക്റും ചൊല്ലണം എന്നും പഠിപ്പിക്കുകയാണ് സൂറത്തുൽ കഹ്ഫ്. ഞാൻ വിഷയത്തിലേക്ക് വീണ്ടും മടങ്ങി വരുന്നു. അൽ കഹ്ഫ് അധ്യായം പഠിപ്പിച്ച ആർദ്രമായ നമ്മുടെ മനോഭാവം, ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിൽ, ഒരാൾക്ക് എന്തെങ്കിലും നേട്ടം കിട്ടുന്നതിലുള്ള ഒരു സന്തോഷം, അസൂയയില്ലാത്തൊരു മനസ്സ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ. മഹാനായ ഇമാം ഇബ്നു ഹിബ്ബാൻ അവിടുത്തെ സ്വഹീഹുൽ ഉദ്ധരിക്കുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ യജ്തമിഉ ഫീ ജൗഫി അബ്ദിൻ അൽ ഈമാനു വൽ ഹസദു. മറ്റൊരാൾക്ക് ഒരു അനുഗ്രഹം ഉണ്ടാവുന്നതിൽ നമുക്ക് വിഷമം ഉണ്ടാവാൻ പാടില്ല. അതിന് അസൂയ എന്നാ പറയാം. ഈമാനുള്ളവരിൽ ആ ഒരു മനോഭാവം ഉണ്ടാവില്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളാണ്. മനസ്സ് നന്നായില്ല എങ്കിൽ ഒരു ഹദീസും കൂടി പറയാം. അൻ അബ്ദുല്ലാഹി ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അൻ നബിഹി قال رسول الله صلى الله عليه وسلم ذئبان جائعان أرسلا في زريبة غنم بأفسد لهما من الحرص على المال والحسد في دين المسلمين. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ദീൻ നശിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ദീൻ നശിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ. തന്റെ മനസ്സിൽ പണത്തോടുള്ള അതിരുവിട്ട ആർത്തി ദീൻ നശിപ്പിച്ചു കളയുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തുർമുദിയുടെ ജാമിഉൽ ഈ ഹദീസ് നമുക്ക് കാണാൻ പറ്റും. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ദീൻ നശിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന്, മനസ്സിൽ പണത്തോട് സമ്പത്തിനോട് അതിരുവിട്ട ആർത്തി ഉണ്ടെങ്കിൽ ആ മനുഷ്യന് ദീൻ ഉണ്ടാവില്ല, ദീൻ നശിച്ചു പോകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ കാണാം ഹബീബ് പഠിപ്പിച്ചു രണ്ടാമത്തെ കാര്യം, നമ്മുടെ അസൂയയുള്ള മനസ്സും. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അനുഗ്രഹം ഉണ്ടാകുമ്പോൾ അതിൽ നമ്മുടെ മനസ്സിൽ കിടന്ന് വിങ്ങിയിട്ട് കാര്യമില്ല, നീറിയിട്ട് കാര്യമില്ല. ആരോടും അസൂയ ഉണ്ടാവാൻ പാടില്ല. അസൂയ ഉണ്ടെങ്കിൽ നമ്മുടെ ദീൻ നഷ്ടപ്പെടുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതുപോലെ അസൂയ എന്ന് പറയുന്നത് ഫൈനൽ ഹസദ യഅ്കുലുൽ ഹസനാത്തി കമാ തഅ്കുലുൻ നാറുൽ ഹതബ. തീ വിറകിനെ തിന്നുന്ന പോലെ അസൂയ മനുഷ്യന്റെ നന്മയെ നശിപ്പിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അസൂയക്കെതിരെയുള്ള ഏറ്റവും വലിയൊരു പ്രതിജ്ഞയാണ് സൂറത്തുൽ കഹ്ഫ്. കുശുമ്പിനെതിരെയുള്ള ഒരു വലിയ പ്രതിജ്ഞയാണ് സൂറത്തുൽ കഹ്ഫ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും ആ ഹദീസ് ഒന്നും കൂടി ഞാൻ പറയാം. രണ്ട് ചെന്നായ്ക്കൾ വിശന്ന് വലഞ്ഞു നിൽക്കുക. ആ രണ്ട് ചെന്നായ്ക്കളെ കെട്ടഴിച്ച് ആട്ടിൻകൂട്ടത്തിന്റെ ഇടയിലേക്ക് വിട്ടാൽ ആട്ടിൻകൂട്ടത്തെ ചെന്നായ കടിച്ചു കീറി നശിപ്പിക്കുന്ന പോലെയല്ല, അതിലും അപ്പുറമായിരിക്കും ഒരു മനുഷ്യനിൽ ഈ രണ്ട് സ്വഭാവം ഉണ്ടായാൽ അവന്റെ ദീൻ നശിച്ചു പോവാ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് രണ്ട് സ്വഭാവം? അതിരുവിട്ട് മനസ്സിൽ വന്നുകൂടിയിട്ടുള്ള സമ്പത്തിനോടുള്ള അമിതമായ ആർത്തി അവന്റെ ദീൻ നശിപ്പിക്കും. മറ്റുള്ളവർക്ക് എന്തെങ്കിലും അനുഗ്രഹം ഉണ്ടാവുമ്പോൾ അതിൽ വിഷമിക്കുന്ന മനസ്സിന് വിഷമം ഉണ്ടാവുന്ന അസൂയ ഉള്ള മനസ്സും നമ്മുടെ ദീൻ നശിപ്പിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു അസൂയ ഒരു വിഷയത്തിലും, പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് എന്തെങ്കിലും അനുഗ്രഹം ഉണ്ടാവുന്നിടത്ത് നമുക്ക് പാടില്ല എന്നതാണ് സൂറത്തുൽ കഹ്ഫ് നമുക്ക് പഠിപ്പിച്ചത്. നമുക്ക് വെള്ളിയാഴ്ചയിലെ പ്രധാന അമലായ ദാനധർമ്മം, ആ ദാനധർമ്മത്തിന് പ്രോത്സാഹനം നൽകുന്ന അൽ കഹ്ഫിന്റെ വരികൾ ഇനി കേട്ടോളൂ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്ന ദുനിയവിയായ ഒരുപാട് നേട്ടങ്ങൾ ഈ ദാനധർമ്മത്തിലൂടെ നമുക്ക് സാധ്യമാവുകയാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്,
ഒരു മനുഷ്യന് ആപത്ത് മുസീബത്തുകൾ ഉണ്ടാവാതിരിക്കാൻ വേഗം വേഗം സദഖ ചെയ്യണമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റസീൻ രേഖപ്പെടുത്തുന്ന ഹദീസ് നമുക്ക് കാണാം. ബാദിറു ബിസ്സദഖത്തി ഫഇന്നൽ ബലാഅ ലാ യതഖത്താഹാ. സദഖ ചെയ്യുന്ന ആളെ സദഖയേക്കാളും ആപത്തിന് മുൻകടക്കാൻ കഴിയില്ലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന സദഖത ല തുത്ഫിഉ ഗളബ റബ്ബി വതദ്ഫഉ മീതതസ്സു. ആഖിബത്ത് മോശമായി മരിക്കൂല സദഖ ചെയ്യുന്നവൻ. വെള്ളിയാഴ്ചയിലെ പ്രധാന അമൽ സദഖ, ആഖിബത്ത് മോശാവൂല. സദഖ ചെയ്യുന്ന മനുഷ്യനോട് അള്ളാഹുവിന് വല്ല ദേഷ്യം ഉണ്ടെങ്കിൽ പടച്ചവന്റെ ആ കോപത്തെ അണച്ചു കളയാൻ ഇവന്റെ സദഖ കൊണ്ട് അള്ളാഹുവിനെ സന്തോഷിപ്പിക്കാൻ പറ്റുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇനി കേട്ടോളൂ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ സദഖ ചെയ്യുമ്പോൾ ആ മനുഷ്യൻ ഇല്ലായ്മ പറഞ്ഞിട്ട് സദഖ എന്ന് ഒഴിവാവാൻ പറ്റൂല. ഒരു മനുഷ്യന് ഇല്ലായ്മ പറഞ്ഞുകൊണ്ട് സദഖയിൽ നിന്നും ഒഴിവാവാൻ കഴിയൂല. കണ്ടോളൂ, ഒരു ഹദീസ് കണ്ടോളൂ. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. عن نبي موسى الأشعري رضي الله عنه قال رسول الله صلى الله عليه وسلم على كل مسلم صدقة. കേട്ടോളൂ, വെള്ളിയാഴ്ച രാവായാലും പകലായാലും നമുക്ക് സദഖ ചെയ്യാൻ പറ്റണം. എത്ര തരം സദഖയാണ് ഉള്ളത്? ഒരാൾക്ക് ഇത്തിരി വെള്ളം കൊടുത്ത സദഖ, ഒരു നല്ല വാക്ക് പറഞ്ഞ സദഖ, ഒക്കെ സദഖ. സദഖയിൽ നിന്നും ഒരാളും ഒഴിവല്ലെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സദഖ ചെയ്തേ പറ്റൂ. അപ്പൊ സ്വഹാബി ചോദിച്ചു, ഫഇല്ലം യജിദ് നബിയെ, സദഖ ചെയ്യാനുള്ളതൊന്നും കയ്യിലില്ലെങ്കിലോ? ഫഇല്ലം യജിദ് ഖാല ഫൽയഅമൽ ബിയദിഹി. പോയി കൈകൊണ്ട് ജോലി ചെയ്യേ, കൈകൊണ്ട് പോയി അധ്വാനിച്ച് പണിയെടുത്തിട്ട് അതിൽ നിന്നും സമ്പാദിക്കുന്നത് സ്വന്തം ശരീരത്തിനും കുടുംബത്തിനും ഉപയോഗിക്കുന്നതിന്റെ കൂടെ വേതസദ്ദഖ, പിന്നെ അതിന്റെ കൂടെ സദഖയും ചെയ്യാ. അപ്പൊ സദഖ ചെയ്യാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോകണം. ജോലിക്ക് പോയി സമ്പാദിച്ചിട്ട് സദഖ ചെയ്യണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സഹാബികൾ ചോദിച്ചു, ഫൈല മെസ്തത്തിയോ, ഒരാൾക്ക് ജോലിക്ക് പോകാനുള്ള ആരോഗ്യമോ അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യമോ അതിനുള്ള താല്പര്യമോ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾക്ക് കഴിയുന്നില്ല എങ്കിൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, എന്നാൽ ഫയുഈനുൽ ഹാജ, ആവശ്യക്കാരനായ ഒരാളെ ശരീരം കൊണ്ട് സഹായിക്കുക, വാക്കുകൊണ്ട് സഹായിക്കുക, അങ്ങനെയെങ്കിലും ചെയ്യുക, അതും സദഖയാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സഹാബി ചോദിച്ചു, നബി അങ്ങനെ ശരീരം കൊണ്ടോ അല്ലെങ്കിൽ വാക്കുകൊണ്ടൊന്നും സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞു, എന്നാൽ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ സഹാബി ചോദിച്ചു, നല്ലതും പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിലോ? ഫയുംസിക് അനി ശർരി, നീ കാരണം മറ്റൊരാളെ ബുദ്ധിമുട്ടാതെ നീ നിന്നെ സൂക്ഷിക്കുക. അങ്ങനെ വന്നാൽ അതും സദഖയാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സദഖ ചെയ്യുക എന്ന് പറഞ്ഞാൽ പൈസ മുടക്കിയിട്ട് തന്നെ ചെയ്യണം എന്നല്ല അതിനർത്ഥം. വെള്ളിയാഴ്ച രാവും പകലും നമുക്ക് ഒരു ആർദ്രമായ മനോഭാവം ഉണ്ടാവണം. മറ്റൊരാളുടെ വിഷമത്തോട് പ്രത്യേകം, അത് വെള്ളിയാഴ്ച രാവും പകലല്ല, എപ്പോഴും ഉണ്ടാവണം എന്നാണ്. എന്നാലും വെള്ളിയാഴ്ചയെ മാനിച്ചുകൊണ്ട് ആ ഒരു മനസ്സ് ആരെയും നിരാശപ്പെടുത്താൻ പാടില്ല. നല്ല മനസ്സ്, കൊടുക്കാനുള്ള മനസ്സ്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിക്ക് കൊടുത്ത നിർദ്ദേശം കണ്ടോളൂ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ ഒരു മനുഷ്യൻ, ഒരു സഹാബി ഹബീബായ നബി തങ്ങളുടെ മുന്നിൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാല ഇൻദി ദീനാർ, നബിയെ എൻ്റെ അടുക്കൽ ഒരു ദീനാർ ഉണ്ടെങ്കിലോ, ഞാൻ എന്താ ചെയ്യേണ്ടത്? റസൂലുള്ളാഹി പറഞ്ഞു, ഒരു ദീനാറുള്ള മനുഷ്യൻ അൻഫിഖ്ഹു അലാ നഫ്സിക, അത് നീ നിന്റെ സ്വന്തം ശരീരത്തിന് ചെലവ് ചെയ്യ സഹോദര. അപ്പൊ പറഞ്ഞു, നബി എൻ്റെ കയ്യിൽ വേറെയും ഒരു ദീനാറും കൂടിയുണ്ട്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അത് നിന്റെ കുടുംബത്തിലെ മക്കൾക്ക് ചെലവ് ചെയ്യും. അപ്പൊ പറഞ്ഞു, നബി എനിക്ക് വേറെയും ഒരു ദീനാറുണ്ട്, എന്നാൽ നിന്റെ ഭാര്യ, വാപ്പ, ഉമ്മ, അങ്ങനെ മറ്റെല്ലാവർക്കും ചെലവ് ചെയ്യും. നബി എനിക്ക് വേറെയും ദീനാറുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, എന്നാൽ നിന്റെ വീട്ടിലെ ജോലിക്കാർക്ക് നീ ചെലവ് ചെയ്യേ. ഹബീബായ നബിയേ, എൻ്റെ കയ്യിൽ വേറെയും ദീനാറുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, അൻത അഅലം, ഇനി എവിടെയാ ചെലവ് ചെയ്യേണ്ടതെന്ന് നിനക്കറിയാം. ചെലവ് ചെയ്യാതെ പറ്റൂല മോനെ, അള്ളാഹു തന്നത് ചെലവ് ചെയ്യണം. അള്ളാഹു തന്നത് മുഴുവനും കൂടി ചെലവ് ചെയ്യണമെന്നല്ല, എന്തെങ്കിലുമൊക്കെ വെള്ളിയാഴ്ച ദിവസമാകുമ്പോൾ സദഖ ചെയ്യണം. ഞാൻ പറയാം, വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുന്ന സഹോദരന്മാർ കയ്യിൽ പൈസ കരുതണം. ഒരുപാട് വേണ്ട, 100 നോട്ട് എങ്കിലും ഒരെണ്ണം കരുതാം, 250 കരുതാം. പള്ളിയിലെ ബക്കറ്റിലിട്ട് കൊടുക്കൽ മാത്രമല്ല, പുറത്തൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാവും. യോഗ്യരായ ആളുകൾക്കൊക്കെ കൊടുക്കുക. ആർക്കല്ലെങ്കിലും ഏതെങ്കിലും ഒരു മൂമിനായ മനുഷ്യൻ എന്തെങ്കിലും കൊടുത്ത് വെള്ളിയാഴ്ചയിൽ ഒരു ദാനം ചെയ്ത് ഒന്ന് ദ്വാരപ്പിക്കുന്നതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് പണം മാത്രമല്ല കേട്ടോ, അങ്ങനെ ഒരു തോന്നൽ വേണ്ട. നമ്മുടെ നാട്ടിലൊക്കെ പല ആളുകളുണ്ട്, നല്ല മനുഷ്യന്മാരുണ്ട്. വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരാളെയെങ്കിലും കൂടെ കൊണ്ടുപോകും. എന്തിനാ? ഭക്ഷണം കൊടുക്കാൻ.
വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് ഇറങ്ങിയ വാപ്പ ആരേലും ഒരാളെയും കൂട്ടിയിട്ടാ വീട്ടിലേക്ക് വരാറ്. ഒരാൾക്കുള്ള ഭക്ഷണം വെള്ളിയാഴ്ചയിൽ ഒരു സ്പെഷ്യൽ ഉണ്ടാവും. കാരണം പള്ളിയിൽ നിന്ന് വാപ്പ വരുമ്പോ ആരെങ്കിലും കൂടെ കൊണ്ടുവരും. ഇനി കേട്ടോളൂ, ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഭക്ഷണം ദാനം ചെയ്യുന്നത് വലിയ പുണ്യമാണ്. ഉബ്ദുർ റഹ്മാൻ വഅത്ഇമുത് തുആം വഅഫ്ശുസ് സലാം തദ്ഖുലുൽ ജന്നത ബിസ്സലാം. സ്വഹീഹ് മഹാനായ ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ഉദ്ധരിക്കുന്നു, റഹ്മാനായ അല്ലാഹുവിനെ നിങ്ങൾ വഴിപ്പെട്ട് ജീവിച്ചാൽ, അതുപോലെ തന്നെ നിങ്ങൾ ഭക്ഷണം ദാനം ചെയ്താൽ, നിങ്ങൾ സലാം പ്രചരിപ്പിച്ചാൽ നിങ്ങൾക്ക് സുരക്ഷിതമായി അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്താമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ചെല്ലുമ്പോ മദീനയിലുള്ള സ്വഹാബികൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുമ്പോ അവിടെ മുസ്ലിം അല്ലാത്തവരും ഈ വാക്കുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. എല്ലാവരോടും കൂടി പറഞ്ഞ ഒരു വലിയ പുണ്യകർമ്മം, അതായത് മദീന ജീവിതത്തിൽ ആദ്യത്തെ പ്രഭാഷണം ഹബീബായ നബി തങ്ങൾ എല്ലാവർക്കും കൊടുത്ത ഏറ്റവും വലിയ മനുഷ്യാവകാശ, ഏറ്റവും വലിയ ഒരു മനുഷ്യ സ്നേഹത്തിന്റെ സന്ദേശം. മദീനയിൽ വെച്ച് ഹബീബായ നബി തങ്ങളോട് സ്വഹാബി ചോദിക്കുക, അയ്യുൽ ഇസ്ലാമി ഖൈർ, ഇസ്ലാമിനെ കുറിച്ച് അറിയാനും പഠിക്കാനാ ഞങ്ങൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് നബിയെ. ഇസ്ലാം പറയുന്ന ഏറ്റവും നല്ല കാര്യം ഏതാ? ഇസ്ലാമിലെ കർമ്മങ്ങളിൽ ഏറ്റവും നല്ല കർമ്മം റസൂലുള്ളാഹി പറഞ്ഞു, 2 കർമ്മമാണ്. ഒന്നാമത്തെ കർമ്മം തുത്ഇമുസ് തുആം, എല്ലാവർക്കും ഭക്ഷണം കൊടുത്തോ, ഭക്ഷണം ദാനം ചെയ്യുന്നത് ഒരു വലിയ പുണ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പൂർവികർ വെള്ളിയാഴ്ച അല്ല ഇശ കഴിഞ്ഞൊക്കെ വീട്ടിലേക്ക് ആരെങ്കിലും കൂട്ടിക്കൊണ്ടിരും. പള്ളിയിൽ വരുന്ന മുസാഫിറിന് മിസ്കിന് വീട്ടിൽ നിന്ന് ഭക്ഷണം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സഹോദരനെ, ചിലപ്പോൾ കൊച്ചാപ്പാനെ കൂട്ടിയിട്ട് വരും, മൂത്താപ്പായെ കൂട്ടിക്കൊണ്ടുവരും, അല്ലെങ്കിൽ എളാപ്പാനെ കൂട്ടിയിട്ട് വരും. ജുമ കഴിഞ്ഞ് വാ വീട്ടിലേക്ക് വാ, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു ക്ഷണിക്കൽ, ഒരു വെള്ളിയാഴ്ച ഒരു വിരുന്നെടുത്തല് വലിയ പുണ്യ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നിട്ടോ ഹബീബ് പഠിപ്പിച്ചു, ഒന്നാമത്തെ കാര്യം അത് നീ ഭക്ഷണം ദാനം ചെയ്യലാണ്. രണ്ടാമത്തെ കാര്യം നിനക്കറിയാവുന്ന മുസ്ലിമിന്റെ മുഖത്ത് നോക്കി സലാം പറയലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വഹീഹ് മുസ്ലിം അടക്കം ഒരുപാട് കിതാബുകൾ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി കാണാം, ഒരു വസ്ത്രം വാങ്ങിക്കൊടുക്കാം, ഒരു വസ്ത്രം വാങ്ങിക്കൊടുക്കാം. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, ഇമാം തുർമുദി ഉദ്ധരിക്കുന്നു, മാ മിൻ മുസ്ലിമിൻ കസാ മുസ്ലിമൻ തൗബൻ ഇല്ലാ കാന ഫീ ഹിഫ്ളിൻ മിനല്ലാഹി മാ ദാമ അലൈഹി മിൻഹു ഖിർഖ. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ഒരു വസ്ത്രം വാങ്ങിക്കൊടുത്താൽ ചിന്തിക്കണം, ആ വസ്ത്രം പ്രത്യേകിച്ച് നിസ്കരിക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രമൊക്കെ ആണെങ്കിൽ വലിയ കാര്യമാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പാവങ്ങളുണ്ട്, കീറിപ്പറഞ്ഞ മുഷിഞ്ഞ നിസ്കാര കുപ്പായം വെച്ച് നിസ്കരിക്കുന്ന ഉമ്മമാരുണ്ട്. അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. എല്ലാ റമദാൻ വരുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല വിശേഷപ്പെട്ട ദിവസങ്ങൾ വരുമ്പോ നിസ്കരിക്കുന്നവർക്ക് നിസ്കാര കുപ്പായമോ മുസല്ലയോ തലമറയ്ക്കാനുള്ള വസ്ത്രമോ, സഹോദരന്മാർ നിസ്കാരമുള്ളവർക്ക് ഒരു ജോഡി വസ്ത്രം വാങ്ങിക്കൊടുക്കുക, അത് വലിയ പുണ്യമാണ്. ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് വസ്ത്രം കൊടുത്തു കഴിഞ്ഞാൽ ആ വസ്ത്രമുണ്ടല്ലോ അവന്റെ ശരീരത്തിൽ ഒരു തുണി കഷ്ണമായിട്ട് മറ്റൊരു വസ്ത്രത്തോട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവൻ കൊടുത്ത വസ്ത്രമൊക്കെ പഴകിയതായി കീറിപ്പോയി, അപ്പൊ അതിൽ നിന്നൊരു കഷ്ണം എടുത്തിട്ട് വേറൊരു വസ്ത്രത്തിൽ സ്റ്റിച്ച് ചെയ്താൽ പോലും ഈ കഷ്ണം ഇരിക്കുന്നിടത്തോളം കാലം ഒരു ഫുൾ ഡ്രസ്സ് കൊടുത്ത കൂലി തന്നെ അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചവർക്കും വേണ്ടി സദഖ ചെയ്യണം. വെള്ളിയാഴ്ച സദഖ ചെയ്യണം. വെള്ളിയാഴ്ച ആ ബക്കറ്റിലേക്ക്, പള്ളിയിൽ കൊണ്ടുവരുന്ന ബക്കറ്റിലേക്ക്, പള്ളിയിൽ ഇങ്ങനെ ജുമായുടെ ഇടയിൽ ബക്കറ്റ് പോവോ ഒക്കെ ഉണ്ടാവുന്ന പതിവുണ്ടല്ലോ. ഒരു പിരിവിന്റെ പാത്രം വരുമ്പോ അതിലേക്ക് ഇടുമ്പോൾ മരിച്ചുപോയവർക്ക് കരുതണം. സദഖ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഏറ്റവും വലിയ ഒരു സ്വഭാവ മഹിമ കൊടുക്ക എന്നുള്ള ഒരു ആർദ്രമായ സ്വഭാവമാണ്. നമുക്ക് നല്ല സാമ്പത്തിക ടൈറ്റുള്ളപ്പോ ഒരു ചെറുതെങ്കിലും സദഖ ചെയ്യണം. നമുക്ക് നല്ല സാമ്പത്തിക ടൈറ്റ് ജീവിതത്തിൽ ഇങ്ങനെ ഇടങ്ങാറായി നിൽക്കാം, 1 രൂപയെങ്കിലും സദഖ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് മനുഷ്യൻ തന്നെ കൊടുക്കണമെന്നില്ല, അല്ല പള്ളിക്കുറ്റിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മസ്ലഹത്തായ ആവശ്യങ്ങളിലേക്കൊക്കെ ദാനം ചെയ്യാവുന്നതാണ്. കേട്ടോളൂ, ഒരു ഹദീസ് കേട്ടോളൂ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ ഒരു സ്വഹാബിക്ക് മറുപടി കൊടുക്കുക. ആ സ്വഹാബി വന്നിട്ട് ചോദിച്ചു, നബിയെ, അയ്യു സദഖത്ത് അഅ്ലമു അജ്റ,
ഏറ്റവും കൂലിയുള്ള സദഖ ഏതാ? റസൂലുള്ളാഹി പറഞ്ഞു, നിനക്ക് നല്ല ആരോഗ്യമുള്ളപ്പോൾ, നീ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ, നിനക്ക് കൊടുക്കണ്ട എന്നൊരു തോന്നൽ ഉള്ളിൻ്റെ ഉള്ളിൽ വരുമ്പോൾ, കൊടുത്തതിപ്പോൾ ഇനി ആകെ ഇടങ്ങാറാവൂല എന്നൊരു തോന്നൽ വരുമ്പോൾ, അന്ത സ്വഹീഹുൻ ഷഹീഹുൻ തഖ്ശൽ ഫഖറ വതഅമലുൽ ഗിന, നിനക്ക് പണത്തോടൊരു താല്പര്യം വരുമ്പോൾ, നിനക്ക് ഇടങ്ങേറും, അതിൻ്റെ കൂടെ സാമ്പത്തിക ടൈറ്റാണ്, അങ്ങനെ നീ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഭയക്കുന്ന ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് നീ എന്തെങ്കിലും ഒരു ചെറു സ്വതക്ക ചെയ്താൽ ആ സ്വതക്കാണ് കൂടുതൽ കൂലി എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ വെള്ളിയാഴ്ച രാവ് വന്നാൽ, വെള്ളിയാഴ്ച പകല് വന്നാൽ, നമ്മൾ ഓതുന്ന സൂറത്തുൽ കഹ്ഫ് എന്ന് പറയുന്ന അധ്യായം നമ്മുടെ മുന്നിൽ ഒരുപാട് മെസ്സേജുകൾ തരുന്നതിൽ ഒരു പ്രധാന മെസ്സേജാണ് ആർദ്രമായ മനസ്സ്, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുള്ളൊരു സ്വഭാവം. അതൊരു വെള്ളിയാഴ്ചയുടെ സന്ദേശമാണ്. പ്രത്യേകിച്ച് റജബ് മാസമൊക്കെ ആവുമ്പോൾ അതിൽ നമ്മൾ ഇത്തരത്തിലുള്ള നന്മകൾക്ക് വേണ്ടി പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് റജബിനെ ആദരിക്കല, റമദാനിലേക്കുള്ള ഒരുക്ക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തആല നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ അതിനുള്ള ഭാഗ്യം നൽകട്ടെ. ഈ കൂട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് അള്ളാഹു തന്ന നിഅമത്തുകൾ നമ്മൾ കാണുമ്പോൾ നമുക്കതിലൊരു സന്തോഷം ഉണ്ടാവൂലേ? ആ സമയത്ത് നമ്മൾ ചൊല്ലേണ്ട ഒരു പ്രധാന ദിക്റും സൂറത്തുൽ കഹ്ഫ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആ ദിക്ർ ഉണ്ടെങ്കിൽ ആ അനുഗ്രഹം അള്ളാഹു നിലനിർത്തി തരും. ആ ദിക്ർ മാഷാ അല്ലാഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.